ദൈവത്തിൻ്റെ വചനം തലയുള്ള ഒരു വാള് പോലെയാണെന്നാണ് ഹെബ്രായ ലേഖനത്തിൽ നമ്മൾ കാണുന്ന 4-ാം അധ്യായത്തിൽ. മൂർച്ചയേറിയ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ എല്ലാ ബന്ധനങ്ങളും തടസ്സങ്ങളും സകല പൈശാചിക ആധിപത്യങ്ങളും തകർന്നടിഞ്ഞ് ദൈവത്തിൻ്റെ വചനം നമ്മുടെ ആത്മാവിൻ്റെ ആഴങ്ങളിലേക്ക്, നമ്മുടെ മനസ്സിലേക്ക്, ശരീരത്തിലേക്ക്, ആത്മാവിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു വരികയാണ്. ഓരോ വചനവും ദൈവാത്മാവിൻ്റെ ശക്തിയെ നമ്മുടെ ആത്മാവിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന് നിക്ഷേപിക്കുകയാണ്. നമ്മളൊരു വചനം കേൾക്കുമ്പോൾ, ആ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലൊരു ആത്മാവിലുള്ള ഒരു സർജറി പരിശുദ്ധാത്മാവ് ചെയ്യുകയാണ്. അപ്പം ഈശോയുടെ ഓരോ വാക്കുകളും, ഈശോ പറഞ്ഞു, വിശ്വസിക്കുക മാത്രം ചെയ്യുക, വിശ്വസിച്ചാൽ ഈ അത്ഭുതങ്ങൾ സംഭവിക്കും, ഈ അടയാളങ്ങൾ സംഭവിക്കും. ഈശോ ഒരു രോഗിയെ സൗഖ്യമാക്കുമ്പോൾ ഈശോ അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്കിത് ചെയ്തു തരുവാൻ എനിക്ക് സാധിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എപ്പോഴും കർത്താവ് അങ്ങനെ ചോദിക്കുന്നില്ല, എന്നാൽ ചില വ്യക്തികളോട് അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണം, വിശ്വസിക്കുമ്പോൾ കർത്താവിൻ്റെ വാക്കിൻ്റെ, കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ, കർത്താവിൻ്റെ സ്പർശനത്തിൻ്റെ ശക്തി അവരുടെ ഉള്ളിലേക്ക് അത്ഭുതങ്ങളായി കടന്നു വരികയാണ്. അപ്പോൾ വിശ്വാസത്തിന് വലിയ ശക്തിയുണ്ട്. ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ കർത്താവ് ക്രൂശിൽ ചെയ്തു കഴിഞ്ഞ പ്രവൃത്തിയുടെ ശക്തിയും അഭിഷേകവും, കർത്താവിൻ്റെ കുരിശിലെ പൂർത്തീകരണ പ്രവൃത്തിയിലൂടെ കടന്നു വരുന്ന എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. അപ്പം ഇന്ന് വിശ്വസിക്കുക. റോമാലേഖനം 5-ാം അധ്യായം 17-ാമത്തെ വാക്യം, കൃപയുടെയും നീതിയുടെയും ദാനത്തിൻ്റെയും സമൃദ്ധി സ്വീകരിക്കുന്നവർ, കൃപയുടെയും നീതിയുടെയും ദാനത്തിൻ്റെയും സമൃദ്ധി സ്വീകരിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഒരു മനുഷ്യൻ വഴിയായി എത്രയോ അധികമായി ജീവനിൽ വാഴും. അപ്പം ഇന്ന് ഈശോ നിനക്ക് അനുകൂലമായിട്ടുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് റോമ 5:17 വചനത്തെ സ്വീകരിക്കുന്നവരുടെ ഉള്ളിലേക്ക് കൃപയുടെയും നീതിയുടെയും ദാനത്തിൻ്റെയും സമൃദ്ധി, അത് യേശുവിൻ്റെ കുരിശിലെ പൂർത്തീകരിച്ച പ്രവൃത്തിയിലൂടെ കടന്നു വരുന്ന ആ കൃപയുടെ വലിയ സമൃദ്ധി. ഈശോ പറഞ്ഞില്ല, നിനക്കെൻ്റെ കൃപ മതി, 2 കൊരിന്ത്യർ 12:9. നിനക്കെൻ്റെ കൃപ മതി, ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായും നിന്നിലേക്ക് കടന്നു വരുന്നത്. അപ്പം ഇന്ന് ബലഹീനമായി നിൽക്കുന്ന അവസ്ഥയാണെങ്കിൽ ഈ വചനങ്ങളിലൂടെ ആത്മാവിൻ്റെ വലിയ അഭിഷേകം നമ്മുടെ ആത്മാവിൻ്റെ ഉള്ളിലേക്ക് നിമിഷം കടന്നു വരുന്നു. ഈ അഭിഷേകം, കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തി എല്ലാ തടസ്സങ്ങളെയും, പൈശാചിക പീഡകളെയും, ബന്ധനങ്ങളെ അഴിച്ച് പരിപൂർണ സ്വാതന്ത്ര്യം നമ്മുടെ ജീവിതത്തിലേക്ക് നൽകുന്നു. ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും. ആമേൻ.